ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിപ്പ് ചേർത്തിട്ട് ഒരു ചക്കക്കറിയാണ് ഉണ്ടാക്കുന്നത്. ചക്ക ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരിഞ്ഞു കൊടുക്കണം. ഞാൻ ചക്കച്ചുളയിൽ ഇരിഞ്ഞു വെച്ചേ. എൻ്റെ ഇതില്ലേ ഈ കാണുന്ന ഈ ചമണി പിന്നെ വറക്കാം, വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുക. പിന്നെ ഇതിൻ്റെ അടിഭാഗം ഈ അടിഭാഗം ഉണ്ടല്ലോ, അവിയലെല്ലാം വെക്കുമ്പോൾ കാമ്പെല്ലാം ചേർക്കുന്നില്ല, അതുപോലെ മുറിച്ചിട്ട് അതേ ഷേപ്പിൽ മുറിച്ചിട്ട് എടുത്തിട്ട് അവിയലുണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് ചക്ക പരിപ്പ് ചേർത്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മുറിച്ച് കൊടുക്കാം. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ചക്ക പരിപ്പ് ചേർത്ത് വെക്കുമ്പോൾ ഈ രീതിയിൽ മുറിച്ചിടണേ, അല്ലെങ്കിൽ പിന്നെ ഈ മുടി പോലെ നാരുണ്ടാവും. ഇങ്ങനെ ഇളക്കെല്ലാം ചെയ്യുമ്പോൾ കയ്യിലോണ്ട് ഇളക്കുമ്പോൾ ചക്ക ചായക്കെല്ലാം വെക്കുമ്പോൾ ഇതുപോലെ കീറിയിട്ടാലാണ് നല്ലത്. ഇത് ചെറിയ ചുളയായതുകൊണ്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഇത് മുറിച്ചാകുമ്പോഴേക്കും 1/2 ഗ്ലാസ് പരിപ്പ് കുക്കറിൽ ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് പരിപ്പിന് ഞാനൊരു 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിന്. ഈ പരിപ്പ് ഞാൻ ഒരു 2 മണിക്കൂർ മുമ്പ് കഴുകിയിട്ട് കുതിർത്ത് വെച്ചതാണ്. അങ്ങനെ ചെയ്താൽ ഗ്യാസ് ലാഭിക്കാൻ പറ്റും കേട്ടോ. ചക്ക മുറിച്ച് കഴിഞ്ഞ് ഇതുണ്ടല്ലോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ അരിഞ്ഞു വെച്ചതാണ്. ഇത് അവിയലെല്ലാം കൂട്ടാം. ചക്കക്കുരു, ഇത് വേറെ കൈപ്പക്ക, കായെല്ലാം കൂട്ടിയിട്ട് അവിയൽ വെക്കുന്ന സമയത്ത് ഇങ്ങനെ മുറിച്ച് ചേർക്കാം. ഇത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നൊന്നുമില്ല. ഇതെൻ്റെ ധാരാളം ഉണ്ടല്ലോ. ഇനി ചക്കക്കുരു ചുണങ്ങി കൂട്ടുന്നുണ്ട്. ഇനി അതാണ് അടുത്ത പരിപാടി. ചക്കക്കുരു റെഡിയാക്കി വെച്ചു. ചക്കക്കുരുവിൻ്റെ ഈ ചുണങ്ങ് അധികം അങ്ങനെ കളഞ്ഞിട്ടില്ല. അതിന് നല്ല ഗുണമുണ്ട്. ക്യാൻസറിനെ ഒരു പരിധി വരെ തടയാനുള്ള കഴിവുണ്ട് എന്നെല്ലാം പറയുന്നത് കേട്ടിട്ട് എൻ്റെ ചുണങ്ങ് അധികം കളഞ്ഞിട്ടില്ല. ഇനി ചക്ക കുക്കറിൽ അടുപ്പത്ത് വെക്കലാണ്, ഉപ്പും മഞ്ഞളും ചേർത്തിട്ട്. ഈ പരിപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടാൻ പറ്റുന്നതായിരുന്നു, പക്ഷേ പരിപ്പുണ്ടല്ലോ കുതിർത്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് നല്ലോണം വെന്ത് പോയി. അതുകൊണ്ട് ഞാനിത് മാറ്റി വെക്കലാണ്, വെന്തതിന് ശേഷം ചേർത്ത് കൊടുക്കലാണ്. അല്ലെങ്കിൽ ഈ പരിപ്പിൻ്റെ കൂട്ടത്തിൽ ചക്കക്കുരു ഇതുമെല്ലാം ചേർത്ത് വേവിക്കാം. ഇപ്പം മാറ്റിയിട്ട് പരിപ്പ് വേവിച്ച വെള്ളത്തിൽ ചക്കക്കുരു ഇതെല്ലാം ഇട്ട് കൊടുക്കലാണ്. പരിപ്പ് വേറെയുടെ വീട്ടി വെച്ചിട്ടുണ്ട്, നല്ലോണം വെന്ത് പോയതുകൊണ്ടാണ് വീട്ടി വെച്ചിന്. അല്ലെങ്കിൽ അതിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഉപ്പ് 1 ടേബിൾ സ്പൂണോളം ഇട്ടിന്. വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റും. മഞ്ഞളും മുളക് പൊടിയും കൂടിയിട്ട് ഓരോ ടീസ്പൂൺ വീതം ഇട്ടാൽ മതി. മുളക് പൊടി പിന്നെ എരിവിന് ആവശ്യത്തിന്, പച്ചമുളകൊന്നും ഇതിൽ ചേർക്കില്ല. ഇനി വേവിച്ച് കൊടുക്കാം. ഈ സമയം അരക്കാം. ചക്ക വേവുമ്പോഴേക്കും കുരുമുളക് ഇത്ര എരിവ് വേണ്ടുന്നവർക്ക് ഇത്ര ഒരു കല്ലിൻ്റെ പകുതി എടുക്കുക. അത് കഴുകി വെച്ചിട്ടുണ്ട്. ജീരകം 1 ടീസ്പൂണിലും കുറച്ച് കൂടുതലെടുത്തിന്. 2 അരി വെളുത്തുള്ളി, 3 കാന്താരിയും തേങ്ങയും. ഈ തേങ്ങ വറക്കാനുള്ളതാണ്. ഉള്ളിയും കറിവേപ്പിലയും വറക്കാനുള്ളതാണ്. ഇനി ഇത് അരച്ചെടുക്കാം. നല്ലോണം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. വെള്ളമുള്ള കറിയല്ലേ ഉണ്ടാക്കുന്നത്. 2 വിസിലടിച്ച് പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറന്നു. ഇനി ഈ വേവിച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ കത്തിച്ച് കൊടുത്തു. പിന്നെ അരപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ തേങ്ങ ചേർത്ത് കൊടുത്തു. ഇനി എല്ലാം ഒന്ന് ഇളക്കി നോക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അരപ്പും വെള്ളം എല്ലാം ചേർത്ത് കൊടുത്തു. വെള്ളം അതാണ് സൗകര്യത്തിനനുസരിച്ചും വേണ്ടുന്നത്ര ഒഴിച്ച് കൊടുക്കുക. ഈ സമയം ഉപ്പ് എരിവെല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കാം. തേങ്ങയും പരിപ്പും ചേർത്ത് കൊടുത്താൽ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പറ്റും, പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല, പുക ചേർക്കും. തിളക്കുന്നവരെ നന്നായിട്ട് തിളക്കണം. ചൂടല്ലേ, പെട്ടെന്ന് ചീത്തയായിപ്പോവും. ഈ ചക്ക കുക്കറിൽ 2 വിസിലടുപ്പിച്ചിന്. ചില ചക്കക്ക് 3 വിസിൽ വേണ്ടി വരും. ചിലത് 1 വിസിലടുപ്പിച്ചാൽ മതി. ഓരോന്നിനും ഓരോ തരത്തിലായിരിക്കും വേവ്. ഇത് രണ്ടടിച്ചിട്ട് കുരുവെല്ലാം നന്നായിട്ട് വേമ്പിന് ഉടച്ചിട്ടില്ല. പക്ഷേ ഞാൻ ചുളി ഉടച്ചിട്ടില്ല. ഓരോരോ കഷ്ണമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉപ്പെല്ലാം നോക്കി ഈ സമയത്ത് കുറവാന്ന് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. തിളച്ചിട്ടുണ്ട്.
സ്റ്റൗ ഓഫ് ചെയ്യലാണ്. ഇനി വറക്കണം. വറക്കൽ പ്രധാനമാണ്. നന്നായിട്ട് വെളിച്ചെണ്ണയും വേണം, തേങ്ങ, പിന്നെ ഉഴുന്നുപരിപ്പും, കറിവേപ്പില, ഉള്ളി, ഉണക്കമുളക് എല്ലാം വറുത്തിടുകയും വേണം. സ്റ്റൗ ഓഫ് ചെയ്തു. തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചക്കക്ക് വെളിച്ചെണ്ണ തന്നെ വേണം, കുറച്ച് കൂടുതൽ വേണം. കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടി. ഉഴുന്നുപരിപ്പിട്ട് ഫിൽറ്റർ വെളിച്ചെണ്ണ കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പരിപ്പ് ചക്കക്കറി ഇവിടെ റെഡിയായി. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കുമല്ലോ.